ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ യമഹ R3യും അതേപോലെ തന്നെ MT-03യും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. കുറേ നാളായിട്ട് നമ്മൾ ഇന്ത്യ വരെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഡിസൈനൊക്കെ എല്ലാവർക്കും വളരെയധികം ഫെമിലിയർ ആണ്. നമ്മുടെ ചാനലിൽ തന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അതായത് വലിയ ആ ഒരു R ബൈക്കുകളെ ഇൻസ്പയർ ആക്കിയാണ് R3 ഉണ്ടാക്കിയേക്കുന്നത്, വലിയ MT ബൈക്കുകളെ ഇൻസ്പയർ ആക്കിയാണ് MT-03 ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ നമ്മുടെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഒരു 321cc പാരലൽ ട്വിൻ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഏകദേശം 42 PS പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 29.4 Nm ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആയിരുന്നത്, അതിൽ സ്ട്രിപ്പർ കച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡുവൽ ചാനൽ ABSും അതേപോലെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 17 ഇഞ്ചിൻ്റെ വീൽസ് ആണ് വണ്ടിയിൽ വരുന്നത്. വണ്ടിയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 173 കിലോഗ്രാമോളം വണ്ടിക്ക് വെയിറ്റും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ഇത്രയും കണ്ടാൽ മതി. ഈ വീഡിയോയുടെ മുമ്പോട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി മേടിക്കാൻ തോന്നത്തില്ല. കാരണം ഇതിനെക്കുറിച്ച് നല്ല പറയാനായിട്ട് ഇത്രയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നിരാശയാണ് നമുക്ക് യമഹ ഉണ്ടാക്കിയേക്കുന്നത്. അതായത് ഇതുപോലെ R3 എന്ന് പറഞ്ഞാൽ ആ ഒരു 300cc കാറ്റഗറിയിൽ വരുന്നൊരു വണ്ടി വരുമ്പോൾ അതിനകത്ത് മിനിമം വേണ്ട കുറച്ച് ഫീച്ചേഴ്സെങ്കിലും ഉണ്ട്. കാരണം ഇപ്പോൾ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ വണ്ടികളിലും ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാവരും കൊടുക്കാറുണ്ട്. ചെറിയ നമ്മുടെ TVSൻ്റെ വണ്ടികളിലൊക്കെ TVSൻ്റെ സ്കൂട്ടറുകളിലും ബൈക്കുകളിലും കുഞ്ഞു വണ്ടികൾ വരെ അവർ ഒരുപാട് ഫീച്ചേഴ്സൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈമിലാണ് ഈ ഒരു 300cc കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു വണ്ടിക്കകത്ത് ഒരു ഫീച്ചേഴ്സും പ്രത്യേകിച്ച് യമഹ കൊടുത്തിട്ടില്ല. നമ്മൾ ആ ഒരു RTR 310 പോലത്തെ വണ്ടിയെ കണ്ടാണ്, അതായത് ഒരു കാറിൽ കൊടുക്കുന്നേക്കാളും ഫീച്ചേഴ്സാണ് TVS അവരുടെ ബൈക്കിൽ കൊടുത്തേക്കുന്നത്. ഒട്ടുമിക്ക ബൈക്കുകളിലും ഒരുപാട് ഫീച്ചേഴ്സ് അവർ കൊടുക്കാറുണ്ട്. ഈ വണ്ടി നോക്കുകയാണെങ്കിൽ ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിൽ ആ ഒരു സ്ലിപ്പർ കച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. പിന്നെ ഫുൾ LED ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ആ ഒരു LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് കളറൊന്നുമല്ല, അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കൊടുത്തിട്ടുണ്ട്. അത്രയും മാത്രമേ ഇതിൽ ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളൂ. അതായത് ഇതിൻ്റെ താഴെയുള്ള നമ്മുടെ R15 V4 ഉണ്ട്. R15 V4ൽ വരെയും അവർ ക്വിക്ക് ഷിഫ്റ്ററും അതേപോലെ തന്നെ കളർ ഡിസ്പ്ലേയും അതേപോലത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ടും R3യിൽ ഇതേപോലത്തെ സാധനങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും ഈ ഒരു വണ്ടിയിൽ കൊടുക്കുന്നില്ല അവർ. ഇനി നമുക്ക് ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയാം. വിലയെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും കോമഡിയാണ്. കാരണം പണ്ട് ഈ വണ്ടി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ആയി പോകാൻ കാരണം ഇത് നല്ലപോലെ തന്നെ വിലയായിരുന്നു. ഇത് CBU ആയിട്ടാണ് വന്നത്, അതുകൊണ്ട് നല്ലപോലെ വിലയായിരുന്നു. അങ്ങനെ ആ സെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് പയ്യെ ഡിസ്കണ്ടിന്യൂ ആയി പോവുകയാണ് ചെയ്തത്. അപ്പം ഈ വന്നേക്കുന്ന വണ്ടി പണ്ട് വന്ന വണ്ടി ഡിസ്കണ്ടിന്യൂ ആയി പോയതിനേക്കാളും വേഗത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പോകുന്നതായിരിക്കും. കാരണം അതിന് മാത്രം വിലയാണ് ഇതിന് ഇവർ ഇട്ടേക്കുന്നത്. ഇവർ ആദ്യമേ പറഞ്ഞായിരുന്നു വണ്ടി ജപ്പാനിൽ നിന്നല്ല വരുന്നത്, ഇന്തോനേഷ്യയിലും തായ്ലാൻഡിൽ നിന്നൊക്കെ ആയിരിക്കും, അതുകൊണ്ട് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നൊക്കെ യമഹ പറഞ്ഞായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പ്രൈസ് നോക്കുകയാണെങ്കിൽ 4 lakh ഒക്കെ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് തന്നെ 4.64 lakh ആണ്. യമഹ R3യുടെ പ്രൈസാണ് പറയുന്നത്. 4.63 lakh ആണ് ഇതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇനി MT-03 നോക്കുകയാണെങ്കിൽ 4.6 lakh ആണ് ഈ ഒരു വണ്ടിക്ക് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. അതായത് ഈ സമയത്ത് ഇപ്പം നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ട്രയംഫിൻ്റെ സ്പീഡ് 400 പോലത്തെ വണ്ടിയൊക്കെ 2.3 lakhലാണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. അത് ട്രയംഫിൻ്റെ വണ്ടിയാണ്, അതിന് വരെ അത്രയും വിലയുള്ളൂ. പിന്നെ ഹാർലി നോക്കുകയാണെങ്കിലും ഇതേപോലെ വിലയ്ക്ക് വണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ നാളായിട്ട് നമ്മുടെ RC390യും അതേപോലെ ഡോമിനാറും അതേപോലെ ഒരുപാട് വാല്യൂ ഫോർ മണിയായിട്ടുള്ള വണ്ടികൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. ആ സമയത്താണ് യമഹ CBU എന്ന് പറഞ്ഞ് ഇന്തോനേഷ്യൻ ഈ വണ്ടിയും കൊണ്ട് വന്നിട്ട് 4.64 lakh എന്ന് പറഞ്ഞ എക്സ്-ഷോറൂം പ്രൈസ് വിട്ട് ഇതിവിടെ വിൽക്കാൻ നോക്കുന്നത്. ഇത്രയും വില കൂടുതലാണെങ്കിലും ഇതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് 2 വർഷം ആൾക്കാർ കാണും. ചിലർ പറയും ഇതിന് നല്ലപോലെ പെർഫോമൻസ് ഉണ്ട്, ഇത്രയും വില കൊടുത്താലും നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണെന്ന് പറയും. ചിലർ പറയും ഇത് ജാപ്പനീസ് വണ്ടിയാണ്, അതുകൊണ്ട് നല്ല റിലയബിൾ ആയിരിക്കും, ഇത്രയും വില കൊടുത്ത് വാങ്ങിയാൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാമെന്ന്. അപ്പം അതിന് പറ്റിയ വണ്ടികൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഇനി പെർഫോമൻസ് ആണ് വേണ്ടതെങ്കിൽ നമ്മുടെ അപ്രിലയുടെ RS 457 എന്ന് പറഞ്ഞ വണ്ടി കുറച്ച് നാൾക്ക് മുമ്പ് ലോഞ്ച് ചെയ്തായിരുന്നു. ആ വണ്ടി അപ്രില ഇന്ത്യയിൽ ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈസിൽ അവർക്കത് വിൽക്കാൻ പറ്റുന്നുണ്ട്. 457cc പാരലൽ ട്വിൻ ലിക്വിഡ് കൂൾഡ് എഞ്ചിനുള്ള വണ്ടിയാണ്. 48 HP പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 44 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വെറും 175 കിലോഗ്രാം മാത്രമേ അതിന് വെയിറ്റ് വരുന്നുള്ളൂ. അതിൽ എല്ലാ ഇലക്ട്രോണിക്സും അവർ കൊടുത്തിട്ടുണ്ട്, ട്രാക്ഷൻ കൺട്രോളും അങ്ങനെ എല്ലാ ഇലക്ട്രോണിക്സും നല്ലപോലെ തന്നെ ഹാർഡ്വെയർസും അപ്രില ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് നല്ലപോലെ തന്നെ ഹാർഡ്വെയർസും നല്ല ഫീച്ചേഴ്സും കൊടുത്ത് അവർ വണ്ടി ഇറക്കിയേക്കുന്നത്. ആ വണ്ടിയുടെ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് 4.2 lakh ആ ഒരു വണ്ടിക്ക് വരുന്നുള്ളൂ. അതിന് നമ്മുടെ R3നെക്കാളും പവറും കൂടുതലുണ്ട്, ഫീച്ചേഴ്സും കൂടുതലുണ്ട്. ഇനി അപ്രിലയുടെ കാര്യം പറയുമ്പം അതിന് സർവീസ് സെൻറ്റർ കുറവാണ്. അതേപോലെ തന്നെ അപ്രില ആയതുകൊണ്ട് എക്സ്പെൻസീവ് ആയിരിക്കും സർവീസ് ചെയ്യാനായിട്ട്. പിന്നെ പാർട്സിനും അത്യാവശ്യം വില കൂടുതലായിരിക്കും. അപ്പം അതിനൊരു പോംവഴിയുണ്ട്. കാരണം കുറേ നാളായിട്ട് നമ്മുടെ മാർക്കറ്റിൽ RC390 ഉണ്ട്. ആ വണ്ടി നോക്കുകയാണെങ്കിൽ 43 HP പവറും ഉണ്ട്, 37 Nm ടോർക്കുമാണ് ആ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ R3നെക്കാളും ആ ഒരു വണ്ടിക്ക് പവറും കൂടുതലാണ്, ടോർക്കും കൂടുതലാണ്. പിന്നെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 172 കിലോഗ്രാമേ വരുന്നുള്ളൂ. അതായത് R3നെക്കാളും അതിന് വെയിറ്റും 1 കിലോഗ്രാമോളം കുറവാണ്.
കുറവാണ്. ഇനി വില നോക്കുകയാണെങ്കിൽ വെറും 3.10 ലാക്ക് മാത്രമേ അതിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ. പിന്നെ RC390 R3 കമ്പയർ ചെയ്യുന്ന ഒരു പ്രശ്നം നോക്കുകയാണെങ്കിൽ രണ്ടിൻ്റെ എഞ്ചിൻസാണ്. RC390 ഇരിക്കുന്നത് ആ ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. അപ്പം നമ്മുടെ R3 അത്രയും ആ ഒരു റിഫൈൻമെൻറ്റും സ്മൂത്ത്നെസ് ഒന്നും കിട്ടത്തില്ല. പിന്നെ ആ ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ നല്ലപോലെ കഷ്ടപ്പെട്ട് നല്ലപോലെ സ്ട്രെസ്സായിട്ട് വർക്ക് ചെയ്യാണ് ഇത്രയും പവർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് R3 നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും, റിഫൈൻമെൻറ്റ് ഉണ്ടായിരിക്കും. പിന്നെ ആ ഒരു ടോപ്പ് സ്പീഡും അതേപോലെ പെർഫോമൻസ് അതിലും കുറച്ചുകൂടി മുമ്പ് നിൽക്കാൻ പോകുന്നത് ചിലപ്പം R3 ആയിരിക്കും. എങ്കിലും ആ ഒരു ഇനിഷ്യൽ പെർഫോമൻസും അതേപോലെ കാര്യങ്ങളിൽ RC390 അത്യാവശ്യം മുമ്പിൽ തന്നെ നിൽക്കുന്നൊരു വണ്ടിയാണ്. അപ്പോൾ പെർഫോമൻസ് നോക്കി വാങ്ങുകയാണെങ്കിൽ RS 457 അതേപോലെ RC390 പോലത്തെ വണ്ടിയൊക്കെ നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു റിഫൈൻമെൻറ്റും അതേപോലെ റിലയബിലിറ്റിയൊക്കെ ആണെങ്കിൽ വേറെ ജാപ്പനീസ് വണ്ടിയുണ്ട്. നമ്മുടെ നിഞ്ച 300 ഒരുപാട് നാളായിട്ട് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അത് കവാസാക്കിയുടെ എഞ്ചിനാണ്, അതുകൊണ്ട് നല്ല റിഫൈൻമെൻറ്റും കിട്ടും, നല്ലപോലെ റിലയബിളും ആയിരിക്കും. ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്. ആ വണ്ടി നോക്കുകയാണെങ്കിൽ അതിൻ്റെയും പ്രൈസ് നോക്കുകയാണെങ്കിൽ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് വെറും 3.43 ലാക്ക് മാത്രമേ അതിനും പ്രൈസ് വരുന്നുള്ളൂ. 39 HP പവറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 26 Nm ടോർക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു R3 ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 6 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഈ ഒരു വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അതായത് 590 580 ആ ഒരു റേറ്റിലാണ് ഈ വണ്ടിയുടെ ഈ ഒരു 300 cc വണ്ടിയുടെ ആ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അത്രയും കാശുണ്ടെങ്കിൽ അത്യാവശ്യം പുതിയ നിഞ്ച 650 വരെ നമുക്ക് സെക്കൻഡ് വാങ്ങാൻ കഴിയും. അതായത് 2020 മോഡലൊക്കെ വേണേൽ നമുക്ക് ഈ ഒരു പൈസയ്ക്ക് വാങ്ങാൻ പറ്റും. അതിനും മാത്രം ഓവർ പ്രൈസ് ആക്കിയാണ് യമഹ നമ്മുടെ മാർക്കറ്റിൽ ഈ ഒരു R3യും MT-03യും ഇറക്കിയേക്കുന്നത്. ഇനി ഇത്രയും വില കൂട്ടി ഇറക്കിയപ്പം അവർക്ക് കുറച്ച് ഫീച്ചേഴ്സ് എങ്കിലും വണ്ടിയിൽ കൊടുക്കാമായിരുന്നു. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ USD ഫോക്ക് ഉണ്ട്, അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഒരു കളറല്ലാത്ത ഒരു LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുള്ള് LED ലൈറ്റുകൾ വരുന്നുണ്ട്, സ്ലിപ്പ് പ്ലക്കറ്റ് ഉണ്ട്. അങ്ങനെ വളരെ കുറഞ്ഞ ഫീച്ചേഴ്സ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അതായത് ഒരു 200 cc ബൈക്കിൽ വരുന്ന ഫീച്ചേഴ്സൊക്കെ ഇതിൽ കൊടുക്കുന്നുള്ളൂ. ഫീച്ചേഴ്സും ഇല്ല, അത്യാവശ്യം നല്ലപോലെ വിലയും ഉണ്ട്. ഇനി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും പെർഫോമൻസും റിലയബിലിറ്റിയൊക്കെയുള്ള ഒരുപാട് വണ്ടികളുണ്ട്. അപ്പം എന്തിനായിരിക്കും യമഹ ഇത്രയും പ്രൈസ് കൂട്ടി ഈ ഒരു വണ്ടി ഇത്രയും നാൾ നമ്മളെ കൊതിപ്പിച്ചിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കുന്നത്? അതായത് പഴയ R3 മാർക്കറ്റിൽ നിന്ന് പോയതിനേക്കാളും പെട്ടെന്ന് ഈ ഒരു വണ്ടി ചിലപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പോകുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.